കരിപ്പൂർ വിമാനത്താവളത്തിലെ വെടിവെപ്പ് കേസിൽ ചികിത്സയിൽ കഴിയുന്നവരുൾപ്പെടെ 9 പേരെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ഇതിനിടെ അപകടമുണ്ടാക്കിയ തോക്കിന്റെയും തിരയുടെയും ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. കാഴ്ചയിലേക്ക്. ചികിത്സയിൽ കഴിയുന്ന സീതാറാം ചൗധരി ഉൾപ്പെടെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ 9 പേരുടെയും അഗ്നിരക്ഷാസേനയിലെ സീനിയർ സൂപ്രണ്ട് സണ്ണി തോമസിന്റെയും അറസ്റ്റാണ് ഇനി നടക്കാനുള്ളത്. സീതാറാമിന്റെയും സണ്ണിയുടെയും അറസ്റ്റ് ആശുപത്രി വിട്ടതിന് ശേഷമായിരിക്കും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അജികുമാറിനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെടിവെപ്പുമായി ബന്ധപ്പെട്ട് 10 പേരെയാണ് ഇതിനകം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അപകടത്തിനിടയാക്കിയ സീതാറാമിന്റെ കൈവശമുണ്ടായിരുന്ന 9mm ഓട്ടോ പിസ്റ്റളിന്റെയും തിരയുടെയും ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. അപകടം വരുത്തിയ തിര മാത്രമാണ് ഇതുവരെ പോലീസിന് കണ്ടെത്താനായത്. തോക്കിൽ നിന്ന് ഉതിർന്നുവെന്ന് സംശയിക്കുന്ന 2 തിരകൾ കൂടി കണ്ടെത്താനായാൽ സീതാറാമിന്റെ മേൽ കൊലക്കുറ്റം ചുമത്തേണ്ടി വരും. അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കാവുന്ന ശ്രമം വൈകുന്നത് കേസൊതുക്കാനുള്ള നീക്കമാണെന്ന് ആക്ഷേപമുണ്ട്. പ്രതികൾ നടത്തിയ അക്രമത്തിലും വിമാനങ്ങൾ ഇറങ്ങാനാവാതെ തിരിച്ചുവിടേണ്ടി വന്നതിലും സർക്കാരിന് 53.5 ലക്ഷം രൂപയാണ് നഷ്ടം കണക്കാക്കുന്നത്. KT സാലിഹ്, മലപ്പുറം. കൊച്ചി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫ് ലോറൻസിനെ കോടതി 1 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള CBIയുടെ പുതിയ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കഴിഞ്ഞ ദിവസം CBI കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്ത പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ലോറൻസിനെ 1 ദിവസത്തേക്കാണ് CBI കോടതി റിമാൻഡ് ചെയ്തത്. ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്ന് CBI ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാൽ അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. CBI സത്യവാങ്മൂലം ഉൾക്കൊള്ളിച്ച് പുതിയ കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം സമർപ്പിക്കും. കസ്റ്റഡിയിൽ വാങ്ങുന്ന പ്രതിയെ CBI കൂടുതൽ ചോദ്യം ചെയ്യും. കൊച്ചി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത 4 കേസുകളിലും പ്രതിയായ അഡോൾഫസ് ലോറൻസ് എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്ന് നേരത്തെ CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ കേസിലെ മുഖ്യപ്രതി ഉതുപ്പ് വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള അൽസറാഫയ്ക്ക് പുറമെ മറ്റ് ഏജൻസികൾ വഴി തട്ടിപ്പ് നടത്തിയതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഇതിന് ലക്ഷങ്ങൾ കൈപ്പറ്റിയതായും അഡോൾഫസ് സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ഹവാല ഇടപാടുകാരൻ സുരേഷ് ബാബു ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ്. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷണം ആരംഭിച്ചതോടെ കുവൈറ്റിലേക്ക് കടന്നുകളഞ്ഞ കേസിലെ പ്രധാന പ്രതി ഉതുപ്പ് വർഗീസിനെ പിടികൂടാൻ CBI ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട്. കുവൈറ്റിലെ വിവിധ ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് നടത്തിയതിലൂടെ ഉതുപ്പ് വർഗീസും സംഘവും 234 കോടി രൂപ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ ഭാര്യ ഷൈനയെ കോട്ടയം ഡെന്റൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ കയ്യേറ്റം. സംഭവത്തിൽ കൈരളി, മീഡിയ 1 ചാനലുകളുടെ മൈക്കുകൾ തകർന്നു. കനത്ത പോലീസ് കാവലിൽ രാവിലെ 10:30യോടെയാണ് രൂപേഷിന്റെ ഭാര്യ ഷൈനയെ കോട്ടയം ഡെന്റൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. ഇക്കാര്യം കോട്ടയം ഈസ്റ്റ് CI AJ തോമസ് അറിയിച്ചതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകരും ആശുപത്രിയിലെത്തിയത്. ചികിത്സയ്ക്ക് ശേഷം ഷൈന ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങി പോലീസ് വാനിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചതോടെ വൈക്കം CI നിർമ്മൽ ബോസ് മാധ്യമപ്രവർത്തകരെ തടയാൻ ആജ്ഞാപിക്കുകയായിരുന്നു. CIയുടെ വാക്കുകൾ കേട്ടതോടെ പോലീസ് മാധ്യമപ്രവർത്തകരുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് തലങ്ങും വിലങ്ങും തള്ളുകയും തൊഴിക്കുകയും ചെയ്തു. അതിനിടെ കൈരളി, മീഡിയ 1 എന്നീ ചാനലുകളുടെ മൈക്കുകൾ തകർന്നു. ക്യാമറകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് അതിക്രമത്തിൽ KUWJ കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ജില്ലാ പോലീസ് അധികൃതർക്കും DGPക്കും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള കേരളത്തിലെ ഭരണ സംവിധാനത്തോടും ഇതിന്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നും KUWJ ജില്ലാ പ്രസിഡന്റ് S മനോജ്, സെക്രട്ടറി ഷാലു മാത്യു എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂർ നെടുമ്പയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ ക്വാറി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. രൂപേഷ് അടക്കം 6 പേരാണ് ആക്രമണം നടത്തിയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ജനുവരി 2-ന് നെടുമ്പൊയിലിൽ നടന്ന ന്യൂ ഭാരത് ക്രഷർ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷും സംഘവുമാണ് ക്രഷർ ആക്രമിച്ചതെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. രൂപേഷ് അടങ്ങുന്ന 6 അംഗ സംഘം ആക്രമണം നടത്തിയെന്നതും ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. AK-47 തോക്കടക്കം രൂപേഷ് ഉപയോഗിച്ചതായും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. രൂപേഷ് ഒഴികെ മറ്റുള്ളവർ അന്യസംസ്ഥാനത്തുള്ളവരാണെന്ന്
നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലും അന്വേഷക സംഘത്തിന് വ്യക്തമായിരുന്നു. ഇരിട്ടി ഡിവൈഎസ്പി സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രൂപേഷിനെ ചോദ്യം ചെയ്തത്. അതേസമയം നെടുമ്പൊയിലിന് 2 കിലോമീറ്റർ ഉൾവനത്തിൽ നിന്നും ഇവരുടെ വസ്ത്രങ്ങളും ട്രഷറിൽ നിന്നും എടുത്ത കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. ആക്രമണ സമയത്ത് രൂപേഷ് ഉപയോഗിച്ചിരുന്ന ചെരുപ്പും ഇപ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പും ഒന്നു തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം നെടുമ്പൊയിലെ ക്രഷർ പശ്ചിമഘട്ടത്തെ നശിപ്പിക്കുമെന്നും സമരം തുടരുമെന്നും മുദ്രാവാക്യം വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രൂപേഷ് തലശ്ശേരി കോടതിയിലെത്തിയത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നെടുമ്പൊയിലിൽ മാവോയിസ്റ്റുകളുടെ നോട്ടീസ് പതിച്ച് ആക്രമണം നടത്തിയത് രൂപേഷും സംഘവുമാണെന്ന കാര്യം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കൊച്ചിയിൽ നിന്ന് കസ്തൂരി പിടികൂടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കസ്തൂരിയുമായി 7 യുവാക്കൾ കൊച്ചി മരട് പോലീസിന്റെ പിടിയിലായത്. അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന വിലപിടിച്ച കസ്തൂരി വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെയാണ് 7 അംഗ സംഘം കഴിഞ്ഞ ദിവസം പിടിയിലായത്. കൊച്ചിയിലെ ആഡംബര ഹോട്ടൽ കേന്ദ്രീകരിച്ച് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. 2 കാറുകളിലായി എത്തിയ സംഘത്തെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കായംകുളം സ്വദേശികളായ റെനീഷ്, വിനോദ് കുമാർ, പാലക്കാട് സ്വദേശികളായ മെഹദി ഉമർ, റഫീഖ്, ഇടുക്കി കുമളി സ്വദേശി മുഹമ്മദ് ബഷീർ, കോഴിക്കോട് സ്വദേശി ജമാലുദ്ദീൻ, മൂവാറ്റുപുഴ സ്വദേശി രാജു ജോസ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ നിന്ന് 29 ഗ്രാം തൂക്കം വരുന്ന രോമത്തോടും തോടോടും കൂടിയ സംസ്കരിക്കാത്ത കസ്തൂരി അടങ്ങിയ കസ്തൂരിമാന്റെ അവയവം പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതിന് 70 ലക്ഷം രൂപയാണ് പ്രതികൾ വില ഉറപ്പിച്ചിരുന്നത്. 1 ഗ്രാമിന് 15,000 രൂപയാണ് കസ്തൂരിക്ക് മതിപ്പ് വില. സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിനും മരുന്ന് ഉൽപാദനത്തിനുമാണ് കസ്തൂരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. സംഭവത്തിൽ പോലീസിന് പുറമെ വനം വകുപ്പും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. SSLC ഫലത്തിനു പുറമെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റിലും വ്യാപക പിഴവുകൾ. വിദ്യാർത്ഥികളുടെ പേര് പോലും സർട്ടിഫിക്കറ്റിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരീക്ഷാ കമ്മീഷണറുടെ സീല് പോലും ഇല്ലാതെയാണ് പല സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തിരിക്കുന്നത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ഏപ്രിൽ 20-നാണ് ഇത്തവണ SSLC ഫലം പ്രഖ്യാപിച്ചത്. അതിൽ ആരംഭിച്ച പിഴവുകളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ വരെ എത്തി നിൽക്കുന്നത്. ഇനി വിതരണം ചെയ്ത ചില സർട്ടിഫിക്കറ്റുകൾ കണ്ടുനോക്കാം. വിദ്യാർത്ഥിയുടെ പേര് ഇംഗ്ലീഷിൽ ശ്രീഷിത് PM എന്നുള്ളത് മലയാളത്തിലാക്കിയപ്പോൾ ആകാശ് PA ആയി. ആതിര TV ആര്യ KS ആയി. ഇതിനു പുറമെ പല സർട്ടിഫിക്കറ്റുകളിലും പരീക്ഷാ കമ്മീഷണറുടെ സീല് പോലുമില്ല. ഇത്തരത്തിൽ തുടരുന്നു SSLC സർട്ടിഫിക്കറ്റുകളിലെ ക്രമക്കേടുകൾ. നാളിതുവരെ ഉണ്ടാകാത്ത അപാകതയാണ് SSLC സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് KSTU ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ പറഞ്ഞു. ആ തെറ്റുകളൊന്നും തിരുത്താൻ തയ്യാറായില്ല. മാത്രമല്ല, ഇപ്പോൾ തെറ്റുകളുടെ കൂമ്പാരമായ സർട്ടിഫിക്കറ്റ് വന്നിരിക്കും. ഈ മേഖലയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മേഖലയിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. സർട്ടിഫിക്കറ്റുകളിലെ തെറ്റുകൾ സാധൂകരിച്ചുകൊണ്ടുള്ള പരീക്ഷാ കമ്മീഷണറുടെ ഉത്തരവും വിവാദമാകുകയാണ്. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തെറ്റായ വിവരം രേഖപ്പെടുത്തിയതോ സീലില്ലാത്തതോ പ്രിന്റ് തെളിയാത്തതോ ആയ SSLC സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകളിലെ വ്യാപക ക്രമക്കേടുകൾ കാരണം നിലവിൽ സർട്ടിഫിക്കറ്റ് വിതരണം പോലും നിർത്തിവച്ചിരിക്കുകയാണ്. SSLCയിലെ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. SSLC ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന പിഴവുകൾ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ദേവദത്തിനൊപ്പം S ഷീജ. പോലീസ് ഉദ്യോഗസ്ഥരും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് DGPയുടെ സർക്കുലർ. പോലീസുകാർ തന്നെ നിയമലംഘനം നടത്തുന്നത് പോലീസിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നു. നല്ല പ്രതിച്ഛായ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്നും DGP TP സെൻകുമാർ പുറപ്പെടുവിച്ച സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റുള്ളവർക്ക് മാതൃകയാവണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ പുറപ്പെടുവിച്ച സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. നോ പാർക്കിംഗ് സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുക, ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കുക തുടങ്ങി പോലീസുകാർ നടത്തുന്ന നിയമലംഘനങ്ങൾ പൊതുജനമധ്യത്തിൽ പോലീസിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നു. പലപ്പോഴും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കാണുമ്പോൾ ട്രാഫിക് പോയിന്റിലുള്ള പോലീസുകാർ ട്രാഫിക് നിയന്ത്രണം മാറ്റി സിഗ്നൽ ലൈറ്റിന് എതിരായ രീതിയിൽ വാഹനങ്ങൾ പ്രവേശിക്കുന്നു.
പ്രവേശിക്കാൻ അനുവദിക്കുന്നു. ഇത് പാടില്ലെന്ന് DGP സർക്കുലറിൽ പറയുന്നു. VVIPകൾക്കുള്ള ഗതാഗത സംവിധാനം പ്രത്യേക സെക്യൂരിറ്റി സ്കീമുകൾ പ്രകാരം പ്രവർത്തിക്കണം. എന്നാൽ ചുവന്ന ലൈറ്റുകൾ നിലനിർത്തി അവയ്ക്കെതിരെ വാഹനങ്ങൾ പ്രവേശിക്കാൻ ഇടയാക്കരുത്. പാർക്കിംഗ്, ഓവർടേക്കിംഗ്, ഹോൺ ഉപയോഗം എന്നിവയിലെല്ലാം പോലീസ് ഗതാഗത നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിക്കുന്നു. പോലീസ് സേനയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DGPയുടെ സർക്കുലർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.